ഗുഡ് മോർണിംഗ്. നമ്മൾ തൃശ്ശൂരത്തെ ഫ്ലവർ ഷോന് വന്നേക്കാണ്. ഒരു ജസ്റ്റ് എല്ലാം ഓടിച്ച് കാണാം. നിങ്ങൾക്കറിയായിരിക്കും, ശക്തൻ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. അത് 100 രൂപയാണ് ടിക്കറ്റ്. ലാസ്റ്റ് ടൈം നമ്മൾ 60 രൂപയ്ക്കാണ് ടിക്കറ്റ് എടുത്തത്. പ്രാവശ്യം 100 റുപ്പീസാണ്. പക്ഷേ എനിക്ക് പേ ചെയ്യേണ്ടി വന്നില്ല. അപ്പം നമ്മുടെ ചാനലിൻ്റെ പരിചയക്കാരാണ്. അപ്പം എന്നെ കണ്ടിട്ട് നൈസിസ് പ്ലാൻസിന് ഒരു ഫ്രീ കൂപ്പൺ എന്ന് പറഞ്ഞിട്ട് തരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് അവരെനിക്ക് ഫ്രീ കൂപ്പൺ തന്നത്. അപ്പം ഞാൻ തിരിച്ചു പോയിട്ട് നമ്മുടെ പൈസ തിരിച്ചു വാങ്ങി. ഞാൻ മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചത്. അമ്മ കാറിലിരിപ്പുണ്ട്. അമ്മയ്ക്ക് ചില അസൗകര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് തീർത്ത് കാറിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇത് മസ്റ്റായിട്ടും വന്ന് ഇവിടുന്ന് പിക്കുകൾ എടുക്കണം, പുതിയ പ്ലാൻസ് നിങ്ങളെ കാണിക്കണം എന്ന് വെച്ചിട്ടാണ്. ഇത് കനകാംബരം 2 കളർ കോംബോ ആയിട്ട് നൈസിസ് മണ്ണുത്തി പ്ലാന്റ്സ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോയിൻസെറ്റിയാസ് മണ്ണുത്തിയിലുള്ള പല ഗാർഡൻസിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്തപ്പോൾ കാണിച്ചിട്ടുള്ളതാണ്. നമുക്കിത് ഓൺലൈൻ സെയിലിനുണ്ട്. ഇത് ഡിസംബർ ലേഡി. ഇത് മുസാണ്ട, ഏറ്റവും പുതിയ വെറൈറ്റി മുസാണ്ട നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ വൈറ്റ് പൂക്കളോടുകൂടി ബ്രൗൺ കളർ ലീഫായിട്ട് കാണുന്നത് ഓക്സാലിസ് ട്രയാങ്കുലാരിസ്. ഒരു ഫ്ലവർ ഷോ ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ പുതിയത് എന്തെങ്കിലുമൊക്കെ എല്ലാ വർഷവും നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ വെറൈറ്റീസ് നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയും നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നാത്തതായിരിക്കും. സാധാരണ ഒരു തോട്ടം പരിപാലിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫെലനോപ്സിസിൽ തന്നെ വാരിഗേറ്റഡ് ചിലപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ ഒരുപാട് നാളായി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പുതിയ പ്ലാന്റ്സ് ഒന്നും ഇവിടെ കണ്ടില്ല. കാരണം നമ്മുടെ മിക്ക കസ്റ്റമേഴ്സും ഏറ്റവും പുതിയ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുകയും അത് ആവശ്യപ്പെടുകയും പുതിയ ഗാർഡനിങ് മെത്തേഡ്സ് ഓൾസോ അവർ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെയാണ്. ഇപ്പോൾ ഈ കാണുന്നത് നമുക്ക് വേണമെങ്കിൽ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഗാർഡനിങ്ങിൽ ഫെയ്ഡഡ് കളർ പാലറ്റ്സ്, അതായത് കണ്ണ് പൊട്ടിക്കുന്ന കളറുകളെ ഒഴിവാക്കിക്കൊണ്ട് കാമിങ്, സൂത്തിങ്, നൊസ്റ്റാൾജിക് ഫീല്, അങ്ങനെ ഒരു മൂഡ് മനസ്സിൽ കൊണ്ടുവരുന്ന ഗാർഡൻ സെറ്റിങ്ങിന് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഗാർഡനിങ്, അതായത് സ്മോൾ സ്പേസ് ഗാർഡനിങ്. അത് വളരെ കുറച്ച് സ്ഥലം നല്ല രീതിയിൽ, മിക്കവാറും സീനിയർ സിറ്റിസൺസ് 2 പേർ മാത്രം താമസിക്കുന്ന ഫ്ലാറ്റുകളുടെയും മറ്റും ബാൽക്കണികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറേ പൂച്ചെടികളും അതോടൊപ്പം തന്നെ കുറച്ച് അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികളും വെർട്ടിക്കൽ സ്റ്റാൻഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊജക്റ്റുകളുടെ ഡിസ്പ്ലേസൊക്കെ ഞാനിവിടെ പ്രതീക്ഷിച്ചു. കാരണം ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഗാർഡനിങ് ഉൾക്കൊള്ളാൻ പ്രാപ്തരായിട്ടുള്ള കുറേ പേരെങ്കിലും ഫ്ലവർ ഷോ വിസിറ്റ് ചെയ്യും. ഫ്ലാറ്റുകളിലെ തന്നെ ബയോ വേസ്റ്റ് ഉപയോഗിച്ച് ഈ ചെടികൾക്ക് വളവും മറ്റും ഉണ്ടാക്കുന്ന ഈക്കോ കോൺഷ്യസ് പ്രാക്ടീസസ് ഇൻ ഗാർഡനിങ്. ഇതൊക്കെയാണ് ഗാർഡനിങ്ങിലെ പുതിയ ട്രെൻഡുകൾ. വരാം ഈവനിങ്ങിൽ വരാം. ഇതല്ലേ പുറത്തേക്കുള്ള വഴി? വരും, ഈവനിങ്ങിൽ വരും. ഇതൊക്കെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വെക്കണുള്ളൂ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന സാധനങ്ങളാ? മണ്ണുത്തി ഏതാ? പുളിക്കൻസാ? ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചകിരിച്ചോറും വളം. എക്സിബിഷന് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഗാർഡനിങ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 14 മുതൽ 18 വരെ മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ വലിയ ഫ്ലവർ ഷോ വരുന്നുണ്ട്. അപ്പം ഞാൻ മടങ്ങാണ്. കാറിൽ തന്നെ അമ്മ വെയിറ്റ് ചെയ്ത് മടുത്തിട്ടുണ്ടാവും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.